ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു വെറൈറ്റി ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അത് ഫ്രണ്ട്സ്, എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ടി വി ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് വേറൊരു ബ്രാൻഡിന്റെ അല്ല ഫ്രണ്ട്സ്, നമ്മുടെ ഷവോമി X Pro QLED TV എന്നുള്ള ടി വി ആണ്. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ടിവിനെ പറ്റിയുള്ള ഫുൾ വിശേഷങ്ങൾ നോക്കിയാലോ. ഇതിന് എത്ര രൂപയും അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ടിവിയുടെ ഉള്ളിലുള്ളതെന്നൊക്കെ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതുപോലത്തെ അടിപൊളി ടെക് വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ ഈ ഒരു ടിവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഈ ഒരു ടി വി QLED TV ആണ്. അതും വെറും QLED അല്ല, ഷവോമിയുടെ സിനിമാജിക് QLED TV. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു സിനിമാറ്റിക് പിക്ചർ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ടിവിന്ന് കിട്ടുന്നത്. ഇത് കൂടാണ്ട് ഫ്രണ്ട്സ്, ഇതിൽ ഡോൾബി വിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് മോഡ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫിലിം മേക്കേഴ്സ് മോഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിലിം കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വീണ്ടും ഇമ്പ്രൂവ് ആവും. അതായത് ആ ഒരു കളറിലും കാര്യങ്ങളിലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ട് ഒരു സിനിമാറ്റിക് ഫീൽ തന്നെ നമുക്ക് ഈ ഒരു ഫിലിം മോഡിൽ നിന്ന് കിട്ടും. അതുകൂടാണ്ട് HDR10+ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം ഈ ഒരു ടിവിയിലൂടെ കാണാൻ സാധിക്കും. അതായത് വീഡിയോസ് ഒക്കെ നല്ല അടിപൊളി ക്ലിയറിലും ക്വാളിറ്റിയിലും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടിവി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രണ്ട്സ്, എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടിവിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ്. ഈ ഒരു ഡിസ്പ്ലേ കൊള്ളാം. അത്യാവശ്യം ഈ ഒരു റേഞ്ചിന് നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഷവോമി ഈ ഒരു ടിവിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും കൂടാണ്ട് ഫ്രണ്ട്സ്, ഇതിൽ DC ഡിമ്മിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഐ കെയർ മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഉണ്ട്. അതായത് നമ്മുടെ ടിവിയിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മോഡ് സഹായിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ടി വി കാണുന്നവരാണ്. നമ്മൾ എപ്പോഴും ടി വി കണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള പ്രശ്നമാണ് ഒന്നില്ലെങ്കിൽ കണ്ണുവേദന അല്ലെങ്കിൽ തലവേദന ഒക്കെ എടുക്കും. ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ഒരു ന്യൂ ഐ കെയർ എന്ന് പറയുന്ന മോഡ് നമ്മളെ സഹായിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഇതിൽ എത്ര ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 32 GB ഇതിൽ ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പൊ സ്റ്റോറേജിന്റെ കേസിലും നമ്മൾ പേടിക്കേണ്ട. ഇതുകൂടാണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ടിവിയിൽ പ്ലേ സ്റ്റേഷനും PC ഒക്കെ കണക്ട് ചെയ്ത് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ 120 Hz ഗെയിം ബൂസ്റ്റർ എന്നുള്ള ഒരു മോഡ് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഗെയിം ഒക്കെ നല്ല ബട്ടർ സ്മൂത്തിൽ ഒഴുക്കിൽ കളിക്കാനായിട്ട് സാധിക്കും ഫ്രണ്ട്സ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു ടിവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും കൂടാണ്ട് ഫ്രണ്ട്സ്, ഗൂഗിളിന്റെ പാച്ച് വാൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവീസ് എല്ലാം ഈ ഒരു പാച്ച് വാൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷവോമിയുടെ TV+ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് TV ചാനൽസ് ഒക്കെ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഏകദേശം 200-ൽ കൂടുതൽ ലൈവ് TV ചാനൽസ് നമുക്ക് ഈ ഒരു ഷവോമി ടിവിന്ന് കിട്ടും. അതെന്തായാലും ഫ്രണ്ട്സ്, ഈ ഒരു ടിവി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവും. നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഷവോമി TV+ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതുകൂടാണ്ട് ഫ്രണ്ട്സ്, ഈ ഒരു ടിവിയുടെ സൗണ്ട് ക്വാളിറ്റി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 34 വാട്ട്സിന്റെ ബോക്സ് സ്പീക്കേഴ്സിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് കൂടാണ്ട് ഷവോമി സൗണ്ട്, ഡോൾബി ഓഡിയോ, DTS-X, DTS വിർച്വൽ X എല്ലാം ഇതിൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഒരു സിനിമാറ്റിക് ഫീൽ ആക്കി കിട്ടും ആ ഓഡിയോ എല്ലാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ഷവോമി X Pro QLED ടിവിയുടെ എടുത്തു പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പൊ ഫ്രണ്ട്സ്, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു QLED ടിവി ഇഷ്ടപ്പെട്ടു. ഏകദേശം 37 രൂപയ്ക്ക് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ടിവി തന്നെയാണ് നമ്മുടെ ഷവോമിയുടെ X Pro QLED ടിവി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഉറപ്പായിട്ട് അടിയിലൊന്ന് കമന്റ് ചെയ്യാം. എന്തായാലും ഈ ടിവി വാങ്ങിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.